മാടായി കോളേജിലെ നിയമന വിവാദത്തിൽ എം.കെ. രാഘവൻ എം.പിക്കെതിരെ പയ്യന്നൂരിൽ പോസ്റ്റർ. ഗാന്ധി മന്ദിരത്തിന് മുന്നിലും കോൺഗ്രസ് ഭരിക്കുന്ന ടൗൺ ബാങ്കിന് മുന്നിലുമാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. എം.കെ. രാഘവൻ കള്ളനും ഒറ്റുകാരനും എന്നും പോസ്റ്ററിൽ ആരോപണം. ഇതിന്റെയും വിശദാംശങ്ങൾ ഫെലിക്സ് തന്നെ നൽകും. ഫെലിക്സ്, ഈ എം.കെ. രാഘവനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഇതിൽ മറ്റെന്തൊക്കെയാണ് പറയുന്നത് പോസ്റ്ററിൽ? മാടായി കോളേജിൽ എം.കെ. രാഘവൻ എം.പി ബന്ധുവിനെയും ഒപ്പം തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകനും നിയമനം നൽകിയെന്നതാണ് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രധാനപ്പെട്ട ആക്ഷേപം. അതുമായി ബന്ധപ്പെട്ട എം.കെ. രാഘവനെതിരെ പരസ്യ പ്രതിഷേധമൊക്കെ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഏതായാലും ഇന്ന് കുറച്ചുകൂടി ശക്തമാക്കുകയാണ് എം.കെ. രാഘവന്റെ എതിരാളികൾ. അവരാണ് ഇന്ന് പയ്യന്നൂരിലെ വിവിധയിടങ്ങളിൽ പയ്യന്നൂരിലെ കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കിന് മുമ്പിലും ഒപ്പം തന്നെ ഗാന്ധി മന്ദിരത്തിന് മുമ്പിലും ഇപ്പോൾ ഈ പോസ്റ്ററുകൾ പതിച്ചിട്ടുള്ളത്. ഈ പോസ്റ്ററുകളിൽ പ്രധാനമായും പറയുന്നത് എം.കെ. രാഘവൻ എം.പി കള്ളനാണ്, ഒപ്പം തന്നെ ഒറ്റുകാരനാണ്, പാർട്ടിയെ ഒറ്റിക്കൊടുക്കുന്ന വ്യക്തിയാണ് എം.കെ. രാഘവൻ എം.പി എന്നതാണ് ഈ പോസ്റ്ററിൽ പറയുന്നത്. നേരത്തെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്ന പരിഹാരത്തിന് 3 അംഗ സമിതിയെ KPCC നിയോഗിക്കുകയും ആ 3 അംഗ സമിതിയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കം നാളെ കണ്ണൂരിലെത്തി ഈ ഇരു കൂട്ടരുമായി ചർച്ച നടത്താൻ ഇരിക്കുകയാണ് എം.കെ. രാഘവൻ എം.പിക്കെതിരായ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്നെ കണ്ണൂർ DCC അടക്കം എം.കെ. രാഘവൻ എം.പിക്കെതിരായ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. അങ്ങനെ കണ്ണൂരിലെ കോൺഗ്രസ് വലിയ പൊട്ടിത്തെറിയിലേക്ക് പോവുകയും ഇരുവിഭാഗം DCCയും ഒപ്പം തന്നെ എം.കെ. രാഘവൻ എം.പിയുടെ വിഭാഗം രണ്ടായി മാറുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് മാടായി കോളേജിലെ നിയമന വിവാദത്തിൽ എം.കെ. രാഘവൻ എം.പിക്കെതിരെയാണ് പയ്യന്നൂരിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഗാന്ധി മന്ദിരത്തിന് മുന്നിലും കോൺഗ്രസ് ഭരിക്കുന്ന ടൗൺ ബാങ്കിന് മുന്നിലുമാണ് ഈ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. അതിലെ വിശദാംശങ്ങളാണ് ഫെലിക്സ് പങ്കുവച്ചത്.